Hello everyone, welcome to our new video. Lecture in Polytechnic Electrical and Electronics Engineering. ഈ ഒരു പരീക്ഷ നടന്നിട്ട് കുറേ നാളായി. ഇതിന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. Then ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നെങ്കിലും ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? യെസ്. സോ ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അതിന്റെ നിലവിൽ ഇന്റർവ്യൂയുടെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇന്റർവ്യൂവിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലെ ഇന്റർവ്യൂ ഷെഡ്യൂൾ വന്ന സമയത്ത് ഈ ലെക്ചറിംഗ് പോളിടെക്നിക്കിൻ്റെ മുഴുവൻ ഇൻ്റർവ്യൂവും, അതായത് മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും ഇൻ്റർവ്യൂ ഒക്ടോബർ മാസത്തിൽ തന്നെ അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? യെസ്, 3-ാം തീയതി തന്നെ നമ്മുടെ ലെക്ചറിംഗ് പോളി ഇലക്ട്രിക്കലിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? യെസ്, 3-ാം തീയതി രാവിലെ 15 പേർക്ക്. കണ്ടോ? 306/2022 എന്നുള്ള കാറ്റഗറി നമ്പറാണ് ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 15 പേർക്ക് രാവിലെ. ദെൻ 3-ാം തീയതി ആഫ്റ്റർനൂൺ 15 പേർക്കുണ്ട് കേട്ടോ. ഇതുണ്ടോ? 15 പേര് തന്നെയാണ് കേട്ടോ, 10 അല്ല, 15 ആണ്. ആഫ്റ്റർനൂൺ സെഷനിൽ 15 പേര്. ദെൻ അടുത്തത് എപ്പോഴാണ്? 4-ാം തീയതി രാവിലെ 15 പേര്. ദെൻ 4-ാം തീയതി ആഫ്റ്റർനൂൺ 15 പേര്. ദെൻ നെക്സ്റ്റ് വരുന്നത് 16-ാം തീയതിയാണ്. 16-ാം തീയതി രാവിലെ 15 പേര്. ദെൻ 16-ാം തീയതി ആഫ്റ്റർനൂൺ 15 പേര്. അടുത്തതായിട്ട് വരുന്നത് 17-ാം തീയതി 15 പേര് രാവിലെ. ദെൻ ആഫ്റ്റർനൂൺ സെഷൻ 15 പേര്. ദെൻ 18-ാം തീയതി 15 പേര് രാവിലെ. 18-ാം തീയതി തന്നെ ആഫ്റ്റർനൂൺ 15 പേര്. ദെൻ 23-നാണ് അടുത്തത്. 23-ാം തീയതി രാവിലെ 16 പേരുണ്ട്. കണ്ടോ? 16 പേര് രാവിലെ. ദെൻ 23-ാം തീയതി തന്നെ ആഫ്റ്റർനൂൺ 15 പേര്. ദെൻ 24-ാം തീയതി രാവിലെ 16 പേര്. അടുത്തത് 24-ാം തീയതി ആഫ്റ്റർനൂൺ 15 പേര്. കഴിഞ്ഞോ? ഇല്ല. 24 കഴിഞ്ഞു. 25-ാം തീയതി രാവിലെ 16 പേര്. ദെൻ 25-ാം തീയതി ആഫ്റ്റർനൂൺ 15 പേര്. അങ്ങനെ കംപ്ലീറ്റ് ആയി. കണ്ടോ? ബാലൻസ് നിൽന്ന് കൊടുത്തിട്ടുണ്ടോ? യെസ്. സോ 25-ാം തീയതിയോട് കൂടിയിട്ട് ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ ഇൻ്റർവ്യൂവും കഴിയുകയാണ്. കണ്ടോ? ഇത് വളരെ വേഗത്തിൽ തീരുന്നുണ്ട്. ഈ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബറിൽ തന്നെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഒന്നാമത് ചെറിയ ലിസ്റ്റാണല്ലേ, അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ നമുക്കിനി ഒക്ടോബറോട് കൂടിയിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ KSEB, ലെക്ചർ ഇൻ പോളിടെക്നിക്ക് തുടങ്ങിയതിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ അവസാനമായിട്ടോ നവംബർ മാസത്തിലോ ആയിട്ട് ഇതിൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഒരുമിച്ച് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ന്യൂസ് ആണ്. ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലെക്ചറിംഗ് പോളിൻ്റെ ഒക്കെ കേസിൽ വെയിറ്റേജ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അത് ചിലപ്പോൾ ഒന്ന് ടൈം എടുത്തേക്കാം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നവംബറിൽ തന്നെ അതിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇൻ്റർവ്യൂ മെമ്മോവും അതേപോലെ ബയോഡാറ്റ ഫില്ലിംഗ് ഒക്കെ എന്താണ് ചെയ്യേണ്ടത്? യെസ്, അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ ആ ഒരു കോളത്തിൽ ബയോഡാറ്റയും അതേപോലെ ഇൻ്റർവ്യൂ മെമ്മോവും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ബയോഡാറ്റ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യാം? ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്യാം. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ ഇൻ്റർവ്യൂ മെമ്മോ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ, മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവും. അത് അവൈലബിൾ ആവുന്ന മുറയ്ക്ക് ഇൻ്റർവ്യൂ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ദെൻ ബയോഡാറ്റ ഒക്കെ റെഡിയാക്കി ഫില്ല് ചെയ്ത് വെക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കറിയാം ലെക്ചറിംഗ് പോളി എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നല്ല പേ സ്കെയിലോട് കൂടിയിട്ടുള്ള വളരെ മികച്ചൊരു പോസ്റ്റാണ്. സോ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിലെ മാർക്ക് പോലെ തന്നെ അതേപോലെ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ മാർക്കിൻ്റെ ഒരു വെയിറ്റേജും ഒക്കെ കണക്ക് കൂട്ടുന്ന ഒരു കേസാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഇൻ്റർവ്യൂ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. യെസ്. സോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇരിക്കുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.